കുറെ നാൾക്ക് ശേഷമാണ് ഞാൻ ഒരു ലോങ് വീഡിയോ ആയിട്ട് വരുന്നത്. അതിന് പ്രധാന കാരണം ഒന്ന് മടി, രണ്ടാമത് ഞാൻ എന്ത് ലോങ് വീഡിയോ ഇട്ടാലും നിങ്ങൾക്കത് കാണാൻ വലിയ താല്പര്യമില്ലാന്ന് തോന്നുന്നു. കാരണം എനിക്ക് കിട്ടുന്ന റെസ്പോൺസ് അങ്ങനെയാണ്. സോ അതിന്റെ കാരണം എന്താണെന്ന് നിങ്ങൾ ഈ വീഡിയോന്റെ അടിയിൽ കമന്റ് ചെയ്യണം. പറ്റാണെങ്കിൽ ഒന്ന് ഇട്ടേക്കണേ. കാരണം എന്നാൽ എനിക്ക് കുറച്ചും കൂടി നല്ല ബെറ്റർ കണ്ടന്റ്സ് ആയിട്ട് വരാലോ. ഇപ്പൊ ഡിസംബർ ഒക്കെ ആയല്ലോ. അപ്പൊ നമുക്ക് നമ്മുടെ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാം. ഒരു സ്മോൾ ക്യൂട്ട് ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാനുള്ള പേരിൽ ഞാൻ ഉണ്ടാക്കിയ അലമ്പത്. ഇതൊക്കെ കൂടി ഞാൻ ഇപ്പൊ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ എന്റെ അമ്മ എന്നെ അടിച്ച് പുറത്താക്കും. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം. എന്റെ സൂപ്പർ പവർ ആയത് ഇങ്ങനെ ചെയ്താൽ മതി, അങ്ങോട്ട് വരും. ടൻടടാൻ. ഈ ഒരു ക്രിസ്മസ് ട്രീക്ക് വലിയൊരു കഥ ഉണ്ട്. വലിയൊരു കഥയല്ല, ചെറിയൊരു കഥ. നമ്മൾ ബ്രോഡ്വേന്ന് വാങ്ങിച്ചതാ. ഞാൻ അമ്മു ചേച്ചിയുടെയും പപ്പൂസിന്റെയും കാർത്തികേന്റെ ഒക്കെ കൂടെ വർക്ക് ചെയ്യുന്ന സമയത്ത് 2023 ബ്രോഡ്വേന്ന് വാങ്ങിച്ചതാണ്. അന്ന് 500 രൂപയോ അങ്ങനെ എന്തൊക്കെയാണ് അന്ന് മൊത്തം സാധനങ്ങൾക്ക് ആയത്. ക്രിസ്മസ് ട്രീ ഉണ്ടാക്കുമ്പോൾ ക്രിസ്മസ് ക്യാപ്പ് വെക്കാലോ. അങ്ങനെ വിടരാൻ മാത്രം ഒരുപാട് വലുതൊന്നും അല്ലെങ്കിലും ഇങ്ങനത്തെ ചെറുതാണ് ഹാൻഡിൽ ചെയ്യാൻ നല്ലതെന്ന് തോന്നിയ ട്രീ ആണ് കേട്ടോ. പക്ഷെ ക്യൂട്ടല്ലേ. എന്റെ ബ്രദർ ഇല്ലാത്ത കാരണം ഞാൻ എന്റെ അമ്മേനെ വിളിക്കാം. അമ്മ വരുന്നതിന്റെ മുന്നേ നമുക്ക് കുറച്ച് മഞ്ഞ് സെറ്റാക്കാം. ആദ്യം നമ്മൾ ഫെവിക്കോള് കാർഡ്ബോർഡിൽ തേച്ച് കൊടുക്കുക. ഞാൻ ഇങ്ങനെയാണ് ചെയ്യല്. എന്നിട്ട് പഞ്ഞി വാങ്ങാൻ കിട്ടും, പോളിസ്റ്റർ പഞ്ഞി. അത് വെച്ചിട്ട് നിറച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരു സ്നോ ഫീൽ കിട്ടുവേ. പഞ്ഞി എടുത്തരും. ഈ പഞ്ഞി നമുക്ക് റീയൂസ് ചെയ്യാം കേട്ടോ. ഈ പഞ്ഞി ഞാൻ മീഷോന്ന് വാങ്ങിച്ചതാണേ. അമ്മേനെടുക്കും, എന്റെ അമ്മേനെടുക്കും. അമ്മയ്ക്ക് ക്രിസ്മസ് വ്ലോഗിലൊക്കെ വരാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ഇത്തവണ അമ്മയ്ക്ക് പേടിയായിരുന്നു. എന്താണെന്നറിയോ, ഇനി ഞാൻ ക്രിസ്മസ് ആകുമ്പോഴേക്കും എന്തെങ്കിലും ഉണ്ടാക്കും എന്ന് വിചാരിച്ചിട്ട്. കാരണം ഓണം വീട് പണിയൊക്കെ കഴിഞ്ഞിട്ട് ഓണം നന്നായി സെലിബ്രേറ്റ് ചെയ്യാന്ന് വിചാരിച്ചപ്പോഴേക്കും സാധിച്ചില്ല. അതുകൊണ്ട് ഞാൻ ഞാനിവിടെ പട്ടാമ്പി സെന്റ് പോൾസിൽ പറഞ്ഞത്. ഞങ്ങളൊരു ക്രിസ്ത്യൻ സ്കൂളാണ് പഠിച്ചത്. ഏറ്റവും കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യുന്ന ക്രിസ്മസ് തന്നെ ആയിരിക്കും. പക്ഷെ അന്നൊന്നും നമ്മുടെ വീട്ടിലൊന്നും ക്രിസ്മസ് ട്രീ ഉണ്ടാക്കുന്ന പരിപാടി ഇല്ല. കേക്കൊക്കെ മുറിക്കലുണ്ട്, പ്ലം കേക്ക്. അപ്പൊ ഞാൻ എന്തെങ്കിലുമൊക്കെ മുൻകൂട്ടി പറയുന്ന സമയത്ത് എപ്പോഴും എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവലുണ്ട്. ഈ വീഡിയോ ഞാൻ നിങ്ങൾക്കുള്ളത് മാത്രമായിട്ടല്ല കേട്ടോ ഇടുന്നത്. എന്റെ നമ്മുടെ വലിയൊരു ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത്. ആഗ്രഹങ്ങൾ എന്റെ കാര്യത്തിൽ ഒന്നും നടന്നിട്ടില്ല. ഇപ്പൊ എന്റെ ഹിന്ദു ആയ ശേഷമാണ് ഇങ്ങനത്തെ ഓരോ പുതിയ പരിപാടി. ചെറുപ്പത്തിൽ പോലും ക്രിസ്മസ് ഒന്നും വീട്ടിൽ ആഘോഷിക്കില്ല. ക്രിസ്മസ് ആഘോഷിക്കുകയൊക്കെ ഉണ്ട്. നമ്മളെ പാർട്ട്ണർക്ക് അതിനൊന്നും താല്പര്യം. അച്ഛന് ഇങ്ങനത്തെ കാര്യങ്ങളിലൊന്നും തീരെ ഇൻട്രസ്റ്റ് ഇല്ല. അച്ഛൻ എനിക്ക് തോന്നുന്നു പൂരത്തിനൊക്കെ എന്തോ ഇൻട്രസ്റ്റ് ഉണ്ട് എന്നല്ലാതെ വേറെ എന്തൊക്കെയാ അച്ഛൻ്റെതായ കുറെ താല്പര്യം. അതിലൊന്നും എനിക്കും താല്പര്യം. പിന്നെ വേറൊരു കാര്യം ഉണ്ട് കേട്ടോ. അതോടെ എനിക്ക് ക്രിസ്മസിന് ക്ഷണമൊക്കെ ഉണ്ട്. അമലും ഒക്കെ എപ്പോഴും വിളിക്കലുണ്ട്. അത് എന്തായാലും ഒരു ഡോക്ടർ അപ്പോയിന്റ്മെന്റ് ഉണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ അത്ര ദൂരം പോകാൻ പറ്റുമോ ഞാൻ എന്തായാലും അവളുടെ വീട്ടിലേക്ക് പോകും. നമുക്ക് എല്ലാത്തിനും ഒരു ടൈം ഉണ്ടായിരിക്കും. ഇപ്പൊ നീ കാണുന്ന നിങ്ങളോടാണെങ്കിലും നമുക്ക് ജനറലി ചില ആഗ്രഹങ്ങൾ അത് ആഗ്രഹിക്കുന്ന സമയത്ത് കിട്ടിയാലേ കാര്യമുള്ളൂ. അത് കഴിഞ്ഞ ഒരു 10 കൊല്ലം കഴിഞ്ഞിട്ടോ 20 കൊല്ലം കഴിഞ്ഞിട്ടോ അതേ സാധനം നിങ്ങളോട് നിങ്ങൾക്കിപ്പോ അത് വേണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. എങ്ങനെയെങ്കിലും പോവുക, വീട്ടിൽ ഇതേപോലെ എല്ലാവരും കൂടി ഒരുമിച്ച് കൂടുക എന്നുള്ളതാണ് നമ്മുടെ ഈ കുഞ്ഞു ജീവിതത്തിന്റെ പോയിന്റ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്റെ അമ്മയ്ക്കാണെങ്കിൽ പല കാരണങ്ങൾ കൊണ്ട് ചെറുപ്പത്തിലും വലുതായപ്പോഴൊക്കെ പലതും മിസ്സായിട്ടുണ്ട്. അതൊക്കെ വൈകിട്ടാണെങ്കിൽ എന്റെ ഓരോന്ന് എന്റെ ഈശ്വരൻ അതിന്റെ കുട്ടികളെ കൊണ്ട് അതൊക്കെ നിറവേറ്റി തരുന്നുണ്ട്. അതാണ് സത്യം. എന്റെ അമ്മയ്ക്ക് ഇഷ്ടമുള്ള പോലെ ജീവിച്ചത് എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. കല്യാണം കഴിയുന്നവരെ മുത്തശ്ശനും ആങ്ങളമാരുടെ കൂടെ അങ്ങനെ ഒന്നും ആരുടെ കൂടെ കല്യാണം കഴിപ്പിച്ചു കൊടുത്തു. അച്ഛന് പ്രശ്നമൊന്നുമില്ല. പക്ഷെ അച്ഛന് വേറെ തന്നെ ഇഷ്ടങ്ങളാണ്. അതില് അമ്മയ്ക്ക് എന്താ വേണ്ടത്, അമ്മയുടെ കാര്യങ്ങളൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് നടന്നില്ല. പിന്നെ ഞങ്ങളൊക്കെ വലുതായപ്പോ ഞങ്ങൾ തന്നെ ചോദിച്ചു, ചെയ്തൂടെ, ഇഷ്ടമുള്ളത് ചെയ്യാലോ, എല്ലാവർക്കും സ്പേസ് കൊടുക്കണം എന്ന് അതാ പറയണത്. പേര് ഇതൊന്നുമില്ലാതെ ശരി ഞാൻ എന്റെ മക്കളെയൊക്കെ നോക്കിയിരിക്കുക. അത് അച്ഛന്മാരായിക്കോട്ടെ അമ്മമാരായിക്കോട്ടെ രണ്ടുപേരും ഉണ്ട് കേട്ടോ. നോക്കിയിരിക്കുക, ഇനിയിപ്പൊ ഇതല്ലേ ഉള്ളൂ എന്റെ ജീവിതത്തിൽ പറഞ്ഞ അല്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ഇപ്പോഴും ലേറ്റ് ആയിട്ടില്ല, എത്രയും പെട്ടെന്ന് ചെയ്യാം. കാരണം എന്താ വെച്ചാൽ ഇപ്പൊ ഞാനൊരു ആക്സിഡന്റ് പറ്റിയിരുന്ന കഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. 4 മാസമായിട്ടാണ് ഞാൻ ഇരിക്കാൻ തുടങ്ങിയത്. നമുക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് അവിടെ സ്റ്റക്കാ. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളെ പറ്റി സങ്കടപ്പെട്ടിട്ടൊന്നും കാര്യമില്ല. അപ്പൊ ഏറ്റവും നല്ല കാര്യം പറഞ്ഞാൽ ഇങ്ങനത്തെ കുഞ്ഞു മൊമെന്റ്സ് എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ കുഞ്ഞ ക്യൂട്ട് ക്രിസ്മസ് ട്രീ. അടുത്ത തവണ നമുക്ക് കുറച്ചുകൂടി വലുതാക്കാം അല്ലേ. ഞാൻ ഇങ്ങനത്തെ സാധനങ്ങൾ മീശോന്ന് വാങ്ങിച്ചതിൽ പറയാണ് എനിക്ക് കുറച്ചുകൂടി ബെറ്റർ ആയി തോന്നിയത്. ഞാൻ എറണാകുളം ബ്രോഡ്വേന്ന് വാങ്ങിച്ച സാധനങ്ങളാണ്. അമ്മ ഭയങ്കര ഹാപ്പിയാണ്. അമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഞങ്ങളുടെ പണി തീർന്ന വീട്ടിൽ ഇതുപോലെ ക്രിസ്മസ് ഓണം ആഘോഷിക്കണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അത് ഞാൻ എന്റെ ചെറിയ സർജറി കാരണം അത് മാറ്റി വെച്ചു. നമ്മൾ അടുത്ത കൊല്ലം ആഘോഷിക്കും. ഇത്തവണ അമ്മ ഭയങ്കര ഹാപ്പിയാണ്. അതുപോലെ ഞാനും ഭയങ്കര ഹാപ്പിയാണ്. സോ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു വെച്ചാൽ എന്തായാലും കമന്റ് ചെയ്യണം. അതുപോലെ നിങ്ങൾക്ക് എന്ത് ടൈപ്പ് വീഡിയോ ആണ് കാണാൻ ഇഷ്ടം വെച്ചാൽ അതും കമന്റ് ചെയ്യണം. അപ്പൊ അത്രേ ഉള്ളൂ. ബൈ.